ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡി കിഡ്സ് വേൾഡ്. ഇപ്പോൾ നമ്മുടെ പച്ചക്കുരുമുളകിൻ്റെ ഒക്കെ സീസണല്ലോ. അപ്പം നമുക്കൊരു പച്ചക്കുരുമുളക് അരച്ച് ഒരു അയില ഫ്രൈ ചെയ്യാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു 1.5 കിലോ അയില വെട്ടി എല്ലാം മൊത്തം വരഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ലപോലെ വരണം, വരഞ്ഞെങ്കിൽ മാത്രമേ അകത്തോട്ട് ദശയിലോട്ട് നല്ലപോലെ മസാല പിടിക്കുകയുള്ളൂ. ഇന്ന് നമുക്ക് അതിന് വേണ്ട അരപ്പ് ഉണ്ടാക്കുന്നതിന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഞാൻ ഒരു 1.5 കുടത്തോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറി ലീവ്സ്, ഒരു 50 ഗ്രാമോളം പച്ചക്കുരുമുളക്, ഇനി ഇതിലൂടെ നമുക്ക് ഒരു ചെറിയ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഉപ്പ് ആവശ്യത്തിന് നിങ്ങളുടെ അളവനുസരിച്ച് ഇടുക. ഞാനിപ്പോൾ 1.5 കിലോയ്ക്കൊരു ഒരു സ്പൂണ് ശകലം കൂടെ ഇട്ടിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ശകലം എഗ്ഗിൻ്റെ വൈറ്റ് എടുക്കാൻ വേണ്ടി ഇതുപോലെ ഇതിൻ്റെ മണ്ട ശകലം പൊട്ടിച്ചിട്ട് ഈ ചരിച്ചങ്ങ് ഒഴിച്ചാൽ മതി. അപ്പം ജോക്ക് വരാതെ വൈറ്റ് മാത്രമായിട്ട് വരും. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് തൈര് ആഡ് ചെയ്യാം. ഒരു 2.5 സ്പൂൺ തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ലപോലെ അരച്ചെടുക്കും. നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ചിട്ടുണ്ട്. അതിന് നമുക്ക് മീനിലോട്ട് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് പുരട്ടിയെടുക്കാം. എന്നിട്ട് പുരട്ടി മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂറോളം നമ്മൾ റെസ്റ്റിന് വെക്കണം. നല്ല കറക്റ്റ് ശരിക്കും ഇതെല്ലാം പിടിക്കുകയുള്ളൂ. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിനകത്തോട്ടെല്ലാം മസാല കയറണം. നമ്മൾ ആ വരഞ്ഞ് വെച്ചിരിക്കുന്നതിൻ്റെ അകത്തോട്ടെല്ലാം നല്ലപോലെ മസാല കയറണം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ചെറിയ ഇല എടുത്തിരിക്കുന്ന, വലിയ ഇല വേണമെങ്കിലും എടുക്കാം. പക്ഷെ എൻ്റെ ഒരു ഇതിൽ ചെറിയ ഇലയാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കുരുമുളക് അരച്ച് വെക്കുമ്പോൾ. ഇപ്പം നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഏകദേശം 1 മണിക്കൂർ നമുക്ക് റെസ്റ്റിന് വെക്കാം. അപ്പം ഫ്രണ്ട്സ്, നമ്മൾ അതിൽ 1 മണിക്കൂറോളം കുരുമുളക് ഇത് അരച്ച് പുരട്ടി വെച്ചിരിക്കുകയായിരുന്നു. അപ്പം 1 മണിക്കൂർ റെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എണ്ണ ഞാൻ വെച്ചു. എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഫയർ തീ ഒന്ന് കുറച്ചിട്ടിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കാം. നമ്മൾ കുക്ക് ചെയ്യുമ്പം സ്ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. ഫ്രൈ ചെയ്തെടുക്കുമ്പം മീൻ അതുപോലെ ഇടുമ്പം തിരിച്ചും മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുകയാണെങ്കിൽ കറക്റ്റായിട്ട് കുറച്ച് ഇതായിട്ടുള്ള രീതി നമുക്ക് ഇടാൻ പറ്റും. നമുക്കിത് മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റാം. എന്നിട്ട് ഒരു ശകലം നേരം ഒന്ന് അടിച്ചു വെക്കാം. അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് തിരിച്ചിടാം. നമുക്ക് വീണ്ടും
ഒന്ന് അടിച്ചു വെച്ചാൽ ശാക്കൽ നേരം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഏകദേശം ഫിഷ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി അയില ഗ്രീൻ പെപ്പർ ഫ്രൈ റെഡി ആയിരിക്കണം. നമുക്കിത് മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അയില ഗ്രീൻ പെപ്പർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കൂട്ടാൻ നല്ല ബെസ്റ്റാണ്, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം പച്ചക്കറികൾ നമുക്ക് ഇഷ്ടം പോലെ കിട്ടുന്ന സമയമാണ്, അതിൻ്റെ സീസണാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ മത്തി വെണ്ണയിൽ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ എല്ലാം ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിത് ചെയ്ത് നോക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ നമുക്ക് കണ്ടുമുട്ടാം. ബൈ ബൈ.